വെറും 20 രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങിയിരുന്ന ഇന്ത്യ ഇന്ന് 41 രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ സാമ്രാജ്യം വളർത്തിയിരിക്കുന്നു. ഇത് വെറും ഒരു കച്ചവടമല്ല, ഇതൊരു വമ്പൻ തന്ത്രമാണ്. ലോകത്തെ വൻകിട എണ്ണ കമ്പനികളെയും രാഷ്ട്രീയ നേതാക്കളെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ആ എനർജി മാസ്റ്റർ പ്ലാൻ എന്താണ്? ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ചൂടുപിടിച്ച വാർത്ത, അല്ലെ? ഇന്ത്യയെ തളയ്ക്കാൻ നോക്കിയവർക്ക് മുന്നിൽ മോദി സർക്കാർ എങ്ങനെയാണ് പുതിയ വഴികൾ വെട്ടിത്തുറന്നത്? ഭാരതത്തിന്റെ ഈ ഐതിഹാസിക വിജയഗാഥയുടെ ഓരോ ഏടുകളും നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഒരു കാര്യം വ്യക്തമായിരിക്കും. 2014 മുമ്പ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ എന്നത് കളിമൺ പാത്രത്തിൽ വെള്ളം സൂക്ഷിക്കുന്നത് പോലെയായിരുന്നു. പശ്ചിമേഷ്യയിലെ ഒന്നോ രണ്ടോ രാജ്യങ്ങളെ മാത്രം നമ്മൾ വിശ്വസിച്ചു. അവിടെ ഒരു ബോംബ് പൊട്ടിയാൽ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ പോക്കറ്റ് കീറുന്ന അവസ്ഥയായിരുന്നു. ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിന്, ഫാക്ടറികൾ പ്രവർത്തിക്കാൻ, കർഷകരുടെ ട്രാക്ടറുകൾ ഓടിക്കാൻ, അല്ലെങ്കിൽ സാധാരണക്കാരന്റെ അടുക്കള പുകയാൻ പ്രതിദിനം 5.50 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ആവശ്യം. ഇത് നമ്മുടെ രാജ്യത്തിന്റെ രക്തയോട്ടം പോലെയാണ്. ഈ രക്തയോട്ടം തടയാൻ പലരും ശ്രമിച്ചു. എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഊർജ്ജ രംഗത്ത് പുതിയൊരു അധ്യായമാണ് എഴുതപ്പെട്ടത്. എത്ര തർക്കിച്ചാലും അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാനാവില്ല. ഊർജ്ജ സ്വയം പര്യാപ്തത എന്നത് വെറും ഒരു വാക്കല്ല, അതൊരു ലക്ഷ്യമായി സർക്കാർ ഏറ്റെടുത്തു. പഴയ സർക്കാരുകൾ എണ്ണ വാങ്ങാനായി ക്യൂ നിന്നപ്പോൾ പുതിയ ഇന്ത്യ എണ്ണ എവിടെ നിന്ന് വാങ്ങണമെന്ന് സ്വയം തീരുമാനിച്ചു. ഇതിനെയാണ് യഥാർത്ഥ നയതന്ത്രം എന്ന് വിളിക്കുന്നത്. 2022 ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ പാശ്ചാത്യ ശക്തികൾ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നവർക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അവർ ഭീഷണി മുഴക്കി. ലോകത്തിലെ മിക്ക രാജ്യങ്ങളും പേടിച്ച് പിന്മാറി. എന്നാൽ ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ ചാണക്യതന്ത്രം ലോകം കണ്ടത്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇന്ത്യ റഷ്യയുമായി കൈകോർത്തു. 2021 ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ വെറും 0.2% മാത്രമായിരുന്നു റഷ്യ നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് അത് 35% മുകളിലാണ്. റഷ്യ നൽകിയ വമ്പിച്ച ഡിസ്കൗണ്ടുകൾ മുതലാക്കി ഇന്ത്യ തങ്ങളുടെ ഖജനാവിലേക്ക് ലാഭം കൊയ്തു. ഇതുകൊണ്ടുള്ള ഗുണം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിൽ പോയപ്പോഴും ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകാതെ സർക്കാർ കാത്തു സൂക്ഷിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി അത് ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് തന്നെ തിരിച്ചു കയറ്റി അയച്ച് ഇന്ത്യ വമ്പൻ ലാഭം ഉണ്ടാക്കി. പാശ്ചാത്യ രാജ്യങ്ങൾ പല്ലുകടിച്ചു നിന്നതല്ലാതെ ഭാരതത്തിന് ഈ മുന്നേറ്റത്തെ തടയാൻ ആർക്കും ആയില്ല. ഒരിടത്തു നിന്ന് മാത്രം എണ്ണ വാങ്ങിയാൽ ആ രാജ്യം നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തേക്കാം. ഇത് തിരിച്ചറിഞ്ഞാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ തങ്ങളുടെ ബാസ്ക്കറ്റ് വിപുലീകരിച്ചത്. പഴയ 27 വിതരണക്കാർ എന്നതിൽ നിന്ന് ഇന്ന് 41 രാജ്യങ്ങളിലേക്ക് എത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പങ്കാളിത്താണ്. ബ്രസീൽ, വെനസ്വേല, ഇപ്പോൾ ഇതാ അർജന്റീന, ഗയാന. വെനസ്വേലൻ എണ്ണയുടെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇറക്കുമതിക്കാരായി ഇന്ത്യ ഇന്ന് മാറിക്കഴിഞ്ഞു. എന്തിനാണ് ഇത്രയധികം രാജ്യങ്ങൾ? ഉത്തരം വളരെ ലളിതമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് യുദ്ധം നടന്നാലും ഇന്ത്യയുടെ വിതരണം മുടങ്ങാൻ പാടില്ല. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം നടന്ന ഹോർമൂസ് കടലിടുക്ക് കടഞ്ഞേക്കാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പണ്ട് നമ്മുടെ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഈ വഴിയിലൂടെ ആയിരുന്നു. എന്നാൽ ഇന്ന് മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണം കാരണം 70% ഇറക്കുമതിയും ഹോർമൂസ് കടലിടുക്കിന് പുറത്തുള്ള റൂട്ടുകളിലൂടെയാണ് നടക്കുന്നത്. ഇതാണ് സുരക്ഷിതമായ ഭാരതം. റഷ്യയുമായി നമ്മൾ സൗഹൃദം തുടരുമ്പോൾ തന്നെ അമേരിക്കയെയും ഇന്ത്യ തങ്ങളുടെ വിശ്വസ്ത പങ്കാളികളാക്കി മാറ്റി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ 92% വർധനമാണ് ഉണ്ടായത്. 2025 നവംബറിൽ മാത്രം ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയുടെ 13.2% US-ൽ നിന്നായിരുന്നു. റഷ്യയും അമേരിക്കയും ഒരേ സമയം ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് മോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ വലിയൊരു വിജയമാണ്. ആരുടെയും പക്ഷം ചേരാതെ സ്വന്തം രാജ്യത്തിന്റെ നന്മ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു നയം. എണ്ണ മാത്രമല്ല, ഇന്ത്യയുടെ ഭാവി പ്രകൃതിവാതകത്തിലാണ്. പെട്രോളിയം അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഗ്യാസ് അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യയെ മാറ്റുകയാണ് ലക്ഷ്യം. നിലവിൽ 190 MMS CMD ആണ് ഇന്ത്യയുടെ ഉപഭോഗം. ഇത് 2030 300 ഉയർത്താൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനായി ലോകത്തിന്റെ 4ാമത്തെ വലിയ LNG ഇറക്കുമതിക്കാരായി ഇന്ത്യ വളർന്നു. ഖത്തർ പോലെയുള്ള പഴയ പങ്കാളികൾക്ക് പുറമെ ആഫ്രിക്കൻ രാജ്യങ്ങളായ നൈജീരിയ, അങ്കോള എന്നിവരുമായും ഇന്ത്യ ബന്ധം ശക്തമാക്കിയിട്ടുണ്ട്. ഭാവിയിൽ നിങ്ങളുടെ വീടുകളിലെ അടുക്കളയിൽ എത്തുന്ന ഗ്യാസും ഫാക്ടറികളിലെ ഇന്ധനവും തടസ്സമില്ലാതെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനായി ഈ ദീർഘവീക്ഷണം സഹായിക്കും. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് പലർക്കും അറിയാത്ത ഒരു
കാര്യമാണ്. പെട്ടെന്നൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയും എണ്ണ വിതരണം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്താൽ ഇന്ത്യ എന്ത് ചെയ്യും? ഇതിനായി മോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ ശേഖരം അഥവാ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് SPR. വിശാഖപട്ടണം, മംഗലാപുരം, പാതൂർ എന്നിവിടങ്ങളിൽ ഭൂമിക്കടിയിൽ കൂറ്റൻ പാറകളൊക്കെ തുരന്ന് വലിയ എണ്ണ സംഭരണികൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യക്ക് 5.3 ദശലക്ഷം ടൺ എണ്ണ ഇങ്ങനെ സൂക്ഷിക്കാൻ ശേഷിയുണ്ട്. അടുത്ത ഘട്ടമായി 6.5 ദശലക്ഷം ടൺ കൂടി സംഭരിക്കാനുള്ള ശേഷി വികസിപ്പിക്കുകയാണ്. ഏകദേശം 75 ദിവസത്തോളം ഇന്ത്യക്ക് പുറത്തു നിന്ന് ഒരു തുള്ളി എണ്ണ വന്നിട്ടില്ലെങ്കിലും രാജ്യം സുരക്ഷിതമായിരിക്കും. ഒഡീഷയിലെ ചാണ്ടിഗൂരിൽ പുതിയൊരു പ്ലാന്റ് കൂടി വരുന്നതോടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ കോട്ട കൂടുതൽ ശക്തമായിരിക്കും. ലോകം ഇന്ന് ഇന്ത്യയെ നോക്കുന്നത് അത്ഭുതത്തോടെയാണ്. ഗയാനയെ പോലെയുള്ള വളർന്നു വരുന്ന രാജ്യങ്ങൾ ഇന്ത്യയോട് വന്ന് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ എണ്ണപ്പാടങ്ങളിൽ നിക്ഷേപം ഒന്ന് നടത്തൂ എന്ന്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്ത്യയെ തങ്ങളുടെ പ്രധാന വിപണിയായി കാണുന്നു. ഇന്ത്യയുടെ കരുത്ത് ഇന്ന് വെറും ഒരു ഉപഭോക്താവ് എന്ന നിലയിലല്ല, മറിച്ച് ലോകത്തിന്റെ ഊർജ്ജഗതി നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യം എന്ന നിലയിലാണ്. നൈജീരിയയും അങ്കോളയും പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും സൾഫർ കുറഞ്ഞ പരിസ്ഥിതി സൗഹൃദ എണ്ണ ഇന്ത്യ കൂടുതൽ വാങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ പരിസ്ഥിതി നയങ്ങളെയും ശക്തിപ്പെടുത്തുന്നുണ്ട്. മോദി സർക്കാർ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയപ്പോൾ ഇവിടെയുള്ള പലരും വിമർശിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒറ്റപ്പെടുമെന്ന് അവർ പ്രചരിപ്പിച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചത്? യൂറോപ്യൻ രാജ്യങ്ങൾ പോലും റഷ്യൻ എണ്ണ ഇന്ത്യ വഴി വാങ്ങി തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് നമ്മൾക്ക് കാണാനായത്. ഭാരതത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കൈക്കൊണ്ട ആ ധീരമായ തീരുമാനം ഇന്ന് ഇന്ത്യയുടെ GDP വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു ഡൈനാമിക് വിപണിയാണ്. നമ്മൾ എല്ലാവരുമായും ബിസിനസ് ചെയ്യും, പക്ഷേ അത് നമ്മുടെ നിബന്ധനകളിൽ മാത്രമായിരിക്കും. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് വെറും ഒരു കണക്കല്ല, ഇത് 140 കോടി ജനങ്ങളുടെ സുരക്ഷയുടെ കഥയാണ്. ലോകം യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യത്തെ വികസനത്തിന്റെ വേഗത കുറയാത്തത് ഇത്തരം ശക്തമായ തീരുമാനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പഴയകാലത്തെ പതർച്ചകളിൽ നിന്നും മാറി ലോകത്തിന് വഴികാട്ടുന്ന ഒരു എനർജി ഹബ്ബായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞു. ഊർജ്ജ രംഗത്തെ ഈ വൈവിധ്യവൽക്കരണവും ദീർഘവീക്ഷണവും ഇന്ത്യയെ 2047 ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഇച്ഛാശക്തിയെക്കുറിച്ച് അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? റഷ്യയും അമേരിക്കയും ഒരുപോലെ ഇന്ത്യയുടെ സുഹൃത്തുക്കളായി മാറിയ ഈ നയതന്ത്ര വിജയം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇപ്പോൾ ലോകം ഇത്രത്തോളം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല. പണ്ടത്തെ പോലെ പൂഴ്ത്തി വെച്ചുകൊണ്ട് വിലക്കയറ്റം ഉണ്ടാക്കാനും പലർക്കും സാധിക്കുന്നില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും അതും വലിയ ബുദ്ധിമുട്ടുകളല്ല. അതിൽ പോലും നമുക്ക് ഒരുപാട് പോംവഴികൾ നമ്മുടെ സർക്കാർ അതിവേഗത്തിലാണ് കണ്ടെത്തുന്നത്. ഇപ്പോൾ തന്നെ LPGയുടെ വിതരണത്തിലെല്ലാം ആ ഒരു പ്രതിസന്ധി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.